ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നീ എങ്ങോട്ടേ പോകുന്നത്? എങ്ങോട്ടായാലും മമ്മിക്ക് എന്താ? മമ്മിക്ക് ഇപ്പൊ സ്നേഹിക്കാൻ ഞാൻ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. പുതിയ ആൾക്കാർ റെഡിയല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? ഗാഥ, ഞാനിപ്പോ നിന്നോട് സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. പ്ലീസ്. മമ്മി എന്താ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നേ? മമ്മിയുടെ ജീവിതം നശിപ്പിക്കാൻ അവരെങ്ങനെ കാരണമായത്? അവരാരാ മമ്മിയുടെ? ഗാഥ മോളെ, ഞാൻ പറഞ്ഞു, തൽക്കാലം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മമ്മിയുടെ മനസ്സിലുണ്ട്. ഇത്രയും കാലം മമ്മി അത് എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത് ഞാൻ കുഞ്ഞാണെന്ന് കരുതിയിട്ടായിരിക്കും. ബട്ട് ഇനി അത് വേണ്ട. ഞാൻ മെച്യൂർഡാണ്. മമ്മിയുടെ ജീവിതത്തിൽ നടന്ന എന്ത് കാര്യം കേട്ടാലും അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കറിയണം, ആരാണ് ആ സ്ത്രീ? മമ്മിയുടെ ജീവിതത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താ? പറ. സിത്താര എവിടെ ഇല്ലേ മോളെ? ഉണ്ട്. സാറിവിടെ ഇരുന്നോളൂ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മമ്മി എന്താ ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അവര് മമ്മിയുടെ ജീവിതം ഇല്ലാതാക്കിയെന്ന് മമ്മി പറഞ്ഞല്ലോ. അതിന്റെ കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതെ, അവളാ എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. ഒരുപാട് കാലം വിശ്വസ്തയായിട്ട് എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചത് അവള് തന്നെയാ. എന്റെ ഭർത്താവിനെ, നിന്റെ അച്ഛനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് അവള്. ഫിനിച്ചിതിൽ ഇടപെടണ്ട. ആ സ്ത്രീ മമ്മിയെ ചതിച്ചു എന്ന് പറഞ്ഞു. മമ്മിയുടെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പോ അവൾ ആരാ മമ്മി? ആ കൃഷ്ണ ആരെന്നാ ഞാൻ ചോദിക്കുന്നേ? അവക്കും അയാൾക്കുണ്ടായ കുട്ടിയായിരിക്കും. എന്താ മമ്മി പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ എന്റെ അവളുടെ അച്ഛൻ ഒന്നാണെന്നാണോ? നോ 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 മമ്മി, എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് എന്നെ പോലെ വേറൊരാളും ഉണ്ടാവാൻ പാടില്ലെന്ന് തീരുമാനിച്ച് ജീവിച്ചവളാ ഞാൻ. അപ്പോഴാ എന്നെ പോലെ വേറൊരുത്തെ മമ്മി തേടി പിടിച്ചു കൊണ്ടുവന്നത്. ഇപ്പോ എന്റെ അതേ രക്തം തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കണോ? നോ നോ, അങ്ങനെ ഒരാളെ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചോണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, നോ, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. മാഡം, എന്നെ വഴക്കുറഞ്ഞിട്ട് കാര്യമില്ല. താഴെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, നവീന്റെ അച്ഛൻ. അദ്ദേഹം എന്തിനാ വന്നത്? അറിയില്ല മാം, താഴെ ഇരിപ്പുണ്ട്. മമ്മി, മമ്മി സംസാരം അവസാനിപ്പിച്ചിട്ട് പോവാണോ? നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൽ മാത്രമല്ല എന്റെ ജോലി. ഞാനൊരു കുടുംബം നടത്തുന്നുണ്ട് ഇവിടെ. അദ്ദേഹം എവിടെ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മാം. ഇനി മുകളിലെ ബഹളം എങ്ങാനും കേട്ടു കാണൂ. അതിന് സാധ്യതയുണ്ട് സിനി. അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ വന്നിട്ടായിരിക്കും. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. മോളെ, എങ്ങോട്ട് പോവാ നീ? എനിക്കിനി ജീവിക്കണ്ട.
ആ വേലക്കാരിയുടെ മകള് ഒരു വെളിയില്ലാത്ത കൃഷ്ണ എന്റെ അച്ഛന്റെ അതേ രക്തത്തിൽ പിറന്നതാണെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് കിട്ടിയ ജീവനും കൊണ്ട് ഞാൻ എന്തിനാ നടക്കുന്നേ? മോളെ, മമ്മി, ഗാഥ ഒരു പെക്കുലിയർ ബർത്താണ്. ഗാഥയ്ക്ക് കിട്ടുന്നതൊന്നും മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല. ഗാഥയുടെ നേട്ടങ്ങൾ കണ്ട് മറ്റുള്ളവരെല്ലാം അമ്പരന്ന് വാ പൊളിച്ചു നിൽക്കണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് ജീവിച്ചവളാ ഞാൻ. എനിക്കൊരു വേലക്കാരിയുടെ മകളുടെ വിലയുള്ളോ? ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഞാൻ ജീവിക്കേണ്ട ഒരാവശ്യമില്ല. മോളെ ഗാഥ, മോളെ, സിനി വന്നേ. ശരി മാം. ഇത്ര പെട്ടെന്ന് ഗാഥ മാഡം എവിടെ പോയി മാം? അവളുടെ മനസ്സാകെ അസ്വസ്ഥമാണ് സിനി. ഓൾ എന്തോ കരുതി കൂട്ടി ഇറങ്ങിയതാ. വണ്ടി എടുക്ക്. മാം, ദേ ഗാഥ മാഡം. ഡ്രൈവർ, വണ്ടി നിർത്ത്. മോളെ, നീ എങ്ങോട്ടീ പോകുന്നത്? എങ്ങോട്ടായാലും മമ്മിക്ക് എന്താ? മമ്മിക്ക് ഇപ്പൊ സ്നേഹിക്കാൻ ഞാൻ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. പുതിയ ആൾക്കാർ റെഡിയല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? വന്ന് വണ്ടി കയറ്. വീട്ടിലേക്ക് തിരിച്ചു പോവാം നമുക്ക്. ഞാനില്ല, ഞാനിനി വീട്ടിലേക്കില്ല. ഞാൻ ജീവിക്കാനുമില്ല. ഞാൻ ചാവാനാ പോന്നെ. മാഡം, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ രൂപത്തിന്റെ പേരിലെ ഒരുപാട് അപമാനം സഹിച്ചവളാ ഞാൻ. ഈ രൂപം, ഈ ജീവൻ ഒക്കെ എനിക്കിപ്പോ വെറുപ്പാ. കാരണം എന്താന്നറിയോ? ഇതേ രൂപത്തില് വേറൊരുത്തിയുണ്ട്, അതും എന്റെ അച്ഛന്റെ മകള്. അപ്പോ ഗാഥയും കൃഷ്ണയും ആരാ? ഒരേ ചോരയിൽ പിറന്നവര്. അവളെന്റെ സഹോദരിയാ. അവളെപ്പോലെ ഒരുത്തി സഹോദരി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചാവുന്നതല്ലേ? മോളെ, മമ്മി പറയുന്ന ഒന്ന് കേക്ക്. നമുക്കെല്ലാം വീട്ടിൽ ചെന്നിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. പ്ലീസ് മോളെ. മമ്മിക്കിപ്പോ അവളോട് അനുകമ്പ, ദയ, സ്നേഹം, മമ്മി അതൊക്കെ അവൾക്ക് കൊടുക്ക്. മോളെ, മമ്മി അവളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചോ? അപ്പൊ അതിന് ശല്യം ഞാനല്ലേ? ആ ശല്യം ഞാൻ ഇല്ലാതാക്കി തരാം. എനിക്ക് നീ അല്ലാതെ ആരുമില്ല. ഉണ്ട്. എന്നോട് ഇനി കള്ളം പറയരുത്. കൃഷ്ണ